ഹലോ എവ്രി വൺ. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ പെട്ടി നിറയെ അല്ല കാറ് നിറയെ ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ ഞങ്ങളെ പോക്ക്. അപ്പം ഞങ്ങളിതാ വീട്ടിൽ അവിടെ ഒരു വൈകുന്നേരം കേട്ടോ എത്തിയത്. എന്നൊരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം ബാക്ക് സൈഡിലേക്ക് പോയിട്ടോ. ഇവിടെയൊക്കെ പാടായിരുന്നു, പണ്ടത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വിളിമ്പിപ്പുളി ഉണ്ടായിരുന്നു കേട്ടോ, എന്താ ഓർക്കാപ്പുളി എന്നൊക്കെ പറയും കേട്ടോ. അപാര പുളിയാണ്, കുറേ കാലമായി സാധനം തിന്നിട്ട്. അപ്പം ഒന്ന് തിന്നു നോക്കിയായിരുന്നു. അമ്മോ ഭയങ്കര പുളിയായിരുന്നു. പിന്നെ രാത്രിയായി. അപ്പം ഇവിടെ ലൈറ്റൊക്കെ നാളെ ഫങ്ഷൻ ആയതിനെ കൊണ്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ദൗത്യം കിട്ടി, ചിക്കൻ കറി ഉണ്ടാക്കാൻ. അപ്പം മേമ്മമാരൊന്നും എത്താത്തതിൻ്റെ കാരണമാണ് കേട്ടോ ഈ ഡ്യൂട്ടി എനിക്ക് കിട്ടിയത്, ഇല്ലെങ്കിൽ അവർക്ക് കൊടുത്തേനെ. അപ്പോൾ ഒരു സിമ്പിൾ ലൈറ്റ് ചിക്കൻ മുളകിടുക കേട്ടോ, രാത്രിത്തെ ഫുഡാണ്. അപ്പം ഫിഷ് കുറച്ച് മസാല ഒക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ കറി ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കനൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുകയായിരുന്നു. ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ ചിക്കൻ കറി ഏതാണ്ട് റെഡിയായി. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൻ്റെ മേലെ ഒഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് മേമയും മക്കളും പാപ്പനും മാമനും ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നു. മാമനും മാമിയൊക്കെ എത്തി. അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. ഞാൻ ബ്രെഡും ചിക്കൻ കറിയും ഫിഷ് ഫ്രൈ ആയിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ ആയിട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റത് ഒരുപാട് ലേറ്റായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഞങ്ങൾ മാമൻ്റെയും മാമീൻ്റെയും 20th വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സർപ്രൈസ് കൊടുത്തത് ടാട്ടനും കണ്ണനും കൂടിയാണ് കേട്ടോ. അപ്പം ഞങ്ങളിതാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇപ്പോൾ നമ്മൾ സച്ചൂസും അപ്പൂസാണ് കേട്ടോ, ഇത് മാമൻ്റെ മക്കളാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബലൂണൊക്കെ വീർപ്പിക്കുകയായിരുന്നു കേട്ടോ, ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ വൈകുന്നേരമായി, ഫംഗ്ഷനൊക്കെ തുടങ്ങാറായി കേട്ടോ. ഒരാൾ ഡ്രസ്സൊക്കെ ചെയ്ത് അടിപൊളിയായി നിൽക്കുന്നുണ്ട്. മുടിയൊക്കെ ഇവിടെ വന്നതിന് ശേഷം കട്ട് ചെയ്താണ് കേട്ടോ. നല്ല അടിപൊളി എന്തോ ഒരു കട്ട് ഇതിന് പറഞ്ഞിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ഞാനൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മളുടെ കക്ഷി എത്തി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുട്ടിമാമനും മാമിയും മക്കളും വരുന്ന ഫാമിലി കേട്ടോ. അപ്പം മാമൻ്റെയും മാമിൻ്റെയും 20th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് കേട്ടോ ഇവിടെ നടക്കാൻ പോണത്. അപ്പം ആക്ച്വലി ഭയങ്കര ഹാപ്പി ആട്ടോ. ഞങ്ങളും ഇവരെ ആനിവേഴ്സറിയിൽ ഒരു എന്താ പറയുക, നമ്മളൊരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ട് പാപ്പനെയും പിന്നെ വാവേനെയാണ് കേട്ടോ ഞങ്ങൾ മുന്നോട്ടേക്ക് ഇട്ടത്. അപ്പം അവർ നല്ല രീതിക്ക് അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം കേട്ടോ. പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ പാട്ടുണ്ടല്ലോ, അത് അവർക്കൊരു പ്രസൻ്റായിട്ട്, ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവരെ കുറിച്ച്, ഒരു ഫാമിലി മീൻസ് മക്കളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു പാട്ടൊക്കെയാണ് കേട്ടോ. അപ്പം കേൾക്കാൻ നല്ല രസമുണ്ട്. ഇവരെ കുറിച്ചാണ് ഈ പാടുന്ന പാട്ടൊക്കെ കേട്ടോ. ഇവരെ 3 പേരെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി ആശംസകൾ അറിയിക്കുകയാണ്. ഇവിടെ വന്നതിൽ എല്ലാവർക്കും നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പാട്ട് ഞാൻ രാവിലെയാണ് എനിക്കൊരു സർപ്രൈസ് ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറേ നേരം നോക്കിയില്ലായിരുന്നു. പിന്നെ അത് ദിനേശേട്ടൻ അളിയൻ്റെ അനിയൻ പിന്നെ കേട്ടപ്പോൾ ഞങ്ങൾ കുറേ ചിരിച്ചും ചെയ്ത് അങ്ങനെ സന്തോഷം ചെയ്തു. പിന്നെ ഒരാൾ സർപ്രൈസ് ആയിട്ട് പത്രത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. രാവിലെ ഒരു 10-11 മണിക്ക് ആകുമ്പോൾ ഓരോരുത്തർ വിളിച്ചിട്ട് പത്രത്തിലൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ ഇനിയും ഒരുപാട് വർഷങ്ങൾ, അടുത്ത വർഷങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.
വന്നിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. എൻ്റെ അമ്മയ്ക്ക് അച്ഛനും 20ാമത്തെ വെഡിങ് ആനിവേഴ്സറി, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പൊ ഇത്രയും നല്ല മാതാപിതാക്കളെ കിട്ടിയതിന് വളരെയധികം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എനിക്ക് നല്ല സന്തോഷമുണ്ട് അമ്മേനെ അച്ഛനും നന്നായിട്ട് നോക്കാൻ. സുഹൃത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. ഇനിയും ഒരുപാട് വർഷം ഇതേ സ്ഥലത്ത് നിങ്ങൾക്ക് 50ാം വാർഷികം കൂടി ആഘോഷിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഈശ്വരൻ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ആഘോഷിക്കാൻ ഇടവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹാപ്പി വെഡിങ് ആനിവേഴ്സറിയാണ്. താട്ടനും എഴുത്തിയമ്മയ്ക്കും ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷികാശംസകൾ. ചേച്ചിക്കും വിവാഹ ആശംസ നേരുന്നു. എന്താ പറയാ, ഞാൻ പറയാനുള്ളതൊക്കെ ഷൈജ പറഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ വല്ലാതെ ഇമോഷണലായിപ്പോയി. അമ്മമ്മേനൊക്കെ ഓർമ്മ വന്നു. അങ്ങനെയൊക്കെ കുറച്ച് സീനൊക്കെ ഉണ്ടാക്കി. അപ്പോൾ മാമനും മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ ഞാൻ പറയാ, അടിപൊളിയാ. നമുക്കൊരു മാമനായിട്ടല്ല, നമുക്കൊരു ഫ്രണ്ടൊക്കെ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ മാമനോട് സംസാരിക്കാം കേട്ടോ. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാമി ഭയങ്കര പാവാട്ടോ. നമ്മൾക്ക് നല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു മാമിയാണ്. മാമനാണ് ഞങ്ങളെല്ലാം എല്ലാം. മാമനല്ലാണ്ട് വേറെ ആരും ഞങ്ങൾക്കില്ല. മാമന്റെ കുറെ വാഗ്ദാനങ്ങൾ ഒക്കെ നടക്കും വിചാരിക്കുന്നു. ഒന്നല്ല, ഒരു വിസിറ്റിങ്ങിന് ദുബായിക്ക് വരാനുള്ള ആഗ്രഹമാണ്. അതിപ്പോ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. മാമ മാമി നിങ്ങൾ അടിപൊളി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. നല്ലൊരു മാമനെയും മാമിനെയും കിട്ടിയതിന് ഞാൻ അഭിമാനിക്കുന്നു. അടിപൊളി മാമനാണ്. മാമിക്ക് നല്ല എപ്പോ വന്നാലും നല്ല സ്നേഹമാണ്, നല്ല കരുതലാണ്. മാമന്റെ വകയ്ക്ക് +2 കഴിഞ്ഞപ്പോൾ ഒരു ഫോണൊക്കെ കിട്ടി. പിന്നെ ഇപ്പോ ദുബായിലേക്ക് പോകാനുള്ളൊരു ഓഫറുണ്ട്. നല്ല സപ്പോർട്ടാണ്. ഇങ്ങനത്തെ ഒരു മാമൻ വേറെ ആർക്കും ഉണ്ടാവും എനിക്കറിയില്ല. അവരെ പറ്റിയാരൊന്നും ഞാൻ പറഞ്ഞില്ല എന്നാണ്. ഇത്രയും നല്ലൊരു മരുമക്കളെ അല്ലെങ്കിൽ പെങ്ങന്മാരെ കുട്ടികളെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നത്. എന്നെ സോപ്പിട്ടതാണ്. ഇപ്പൊ പറഞ്ഞൊന്നും സത്യമല്ല. അവർക്ക് ദുബായിക്ക് പോരാനുള്ള ഒരു കുറിപ്പിച്ചിട്ട് മാത്രമാണ് ഇത്. സങ്കടത്തില എന്നാലും ഒരു 100,000 വർഷം അത്ര വേണ്ടല്ലേ, ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞങ്ങളൊക്കെ ഒരു പിന്നെ ആരോഗ്യം ഉള്ള അത്രയും എല്ലാ നമ്മുടെ ആനിവേഴ്സറികളൊക്കെ നല്ല ആരോഗ്യത്തോടെ നടത്താൻ കഴിയട്ടെ. പേരക്കുട്ടികളാണ് ഇത് രണ്ടാളും. അത് സന്തോഷം പറഞ്ഞില്ലേ, നല്ല കുട്ടികളാണ്. എല്ലാവരുടെ അനുവാദത്തോടെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിതാ ഗിഫ്റ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പോയിട്ടോ, പ്രസന്റ് ചെയ്യാനുള്ള. സൈഡിൽ കൂടെ ഇതാ എല്ലാവർക്കും കേക്ക് പീസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്ത പീസായിരുന്നു. വാഞ്ചോ ആയിരുന്നു കേട്ടോ കേക്ക് ഓർഡർ ചെയ്തത്. മാമൻ ചോദിച്ചിരുന്നു ഏതാ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വാഞ്ചോ മതി മാമ, അടിപൊളി ടേസ്റ്റാന്നൊക്കെ. അതാ നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ റെസ്റ്റ് ഇല്ലാത്ത ഫോട്ടോ എടുക്കലായിരുന്നു കേട്ടോ. മാമൻ്റെ ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടി. ആയുസ് ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ, കുറേ കാലം നമുക്ക് കാണാനും. പഞ്ചമേടിച്ചമ്മന്ന് പറഞ്ഞ വലിയ വലിയ കാര്യമാണ്. എല്ലാവർക്കും സുഖവും ആരോഗ്യം ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ.
തുമ്പ പൂന്തിങ്കളാകുന്നു മാരാ അങ്ങനെ അതാ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. ഫുഡല്ല, ഫുഡ് ബിരിയാണി മന്തി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫുഡായിരുന്നു കേട്ടോ. നെക്സ്റ്റ് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. മാമനും മാമിക്കും, മാമൻ്റെ ദുബായിലുള്ള എല്ലാ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള എല്ലാവരും വിഷ് ചെയ്യുന്നൊരു വീഡിയോ ക്ലിപ്പായിരുന്നു കേട്ടോ. രണ്ടുപേരും ഇതേ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ദീർഘകാലം ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ആനിവേഴ്സറി. ഈ 100ാമത്തെ നമ്മൾ ആഘോഷിക്കുന്നതുമായി തന്നെ 100ാമത്തെ ഇതിനേക്കാൾ ഉത്സാഹമായിട്ട് ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് നേരിട്ട്. അപ്പൊ ഒന്നുകൂടെ ഹാപ്പി 20th ആനിവേഴ്സറി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സൈജുവിനും അഞ്ജലിക്കും എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് കാലം സന്തോഷമായി ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Happy wedding anniversary, Papa and Veda. Cheers to 20 years of happy married life, Papa and Veda. Very, very happy wedding anniversary, Anthony and Veda. Happy wedding anniversary. സോ ഫങ്ഷനൊക്കെ അടിച്ചു പൊളിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.